ചരിത്രം നോക്കുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇതുവരെ 12 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അടക്കമാണ്. അതിൽ 6 വിജയവും 6 പരാജയവും. അതാണ് ഇതുവരെ കെ മുരളീധരൻ്റെ അക്കൗണ്ടിലുള്ളത്. ഇത് 13ാമത്തെ മത്സരമാണ്. അത് അദ്ദേഹത്തെ തുണയ്ക്കുമോ അതോ വലിക്കുമോ എന്നുള്ള കാര്യമെല്ലാം കണ്ടറിയണം. 1989 ആദ്യമായിട്ട് കെ മുരളീധരൻ ഇലക്ഷൻ മത്സരിക്കുന്നത്. അതും കോഴിക്കോട് നിന്ന് പാർലമെൻറ്റ് സീറ്റിലേക്കാണ് മത്സരിച്ചത്. ആ തിരഞ്ഞെടുപ്പിൽ ഇ.കെ. ഇമ്പിച്ച് ഭാവിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അതായത് CPM-ൻ്റെ കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. 28,000 വോട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം നേടിയത്. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിച്ച് കോഴിക്കോട് തന്നെയാണ്. MP വീരേന്ദ്രകുമാറിനെ, ജനതാദൾ എസിൻ്റെ MP വീരേന്ദ്രകുമാറിനെയാണ് ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ 1996 കോഴിക്കോട് നിന്ന് തന്നെ MP വീരേന്ദ്രകുമാറിനോട് പരാജയപ്പെടുകയായിരുന്നു. അതാണ് മുരളീധരൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറയുന്നത്. 38,000 വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. തുടർന്നുള്ള വർഷവും അദ്ദേഹത്തിന് പരാജയം തന്നെ വേണ്ടി വന്നു. അതാണ് തൃശ്ശൂരിൽ നടത്തിയ മത്സരം. തൃശ്ശൂരിലെ പാർലമെൻറ്റ് സീറ്റിലേക്ക് ആദ്യമായിട്ട് മത്സരിച്ചാണ്. അവരുടെ തട്ടകം തന്നെ എന്ന് പറയുന്ന ഇലക്ഷൻ തന്നെയായിരുന്നു. ആ മത്സരത്തിൽ CPM-നോട് തോൽക്കുന്നത് 26,000 വോട്ടിനായിരുന്നു. ആ ഒരു പരാജയത്തിന് ശേഷം പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് തിരിച്ച് കോഴിക്കോട് പോയുള്ള ഒരു വിജയം നേടുന്നതായിട്ടാണ്. അത് CM ഇബ്രാഹിമിനോടാണ് വിജയിക്കുന്നത്. അതും ജനതാദൾ എസിൻ്റെ തന്നെ സീറ്റായിരുന്നു. ജനതാദൾ എസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കോഴിക്കോടിൻ്റെ MP ആയിട്ടാണ് കെ മുരളീധരൻ രംഗപ്രവേശനം ചെയ്യുന്നത്. തൊട്ടടുത്ത ഇലക്ഷൻ വടക്കാഞ്ചേരിയിലായിരുന്നു 2004. ഈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം നടത്തിയ ബൈ ഇലക്ഷനാണ് 2004 വടക്കാഞ്ചേരിയിലെ നിയമസഭാ ഇലക്ഷൻ. പക്ഷേ ഈ ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടതോടുകൂടി മറ്റൊരു ചരിത്രം കൂടി അദ്ദേഹം എഴുതി ചേർത്തു. അതായത് മന്ത്രി പരാജയപ്പെടുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു വടക്കാഞ്ചേരിയിലെ AC മൊയ്തീനോടാണ് 3000 വോട്ടുകൾക്ക് അദ്ദേഹം ഒന്ന് പരാജയപ്പെടുന്നത്. പിന്നെ കാണുന്നത് അവർ പാർട്ടി വിട്ടു പോകുന്നു, പുതിയ പാർട്ടി രൂപീകരിക്കുന്നു, DIC കേരള ഘടകം രൂപീകരിക്കുകയാണ്. ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് പിന്നീട് വരുന്നത്. ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കിയെങ്കിലും പിന്നീട് ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിയുകയാണ് ഉണ്ടായത്. ഇടതുപക്ഷവും തെറ്റിപ്പിരിഞ്ഞ് UDF-ൻ്റെ ഘടകകക്ഷിയായിട്ടാണ് പിന്നീട് DIC രൂപം മാറുന്നത്. DIC-യിൽ ഘടകകക്ഷിയായിട്ടിരിക്കുമ്പോഴാണ് PT റഹീമിനോട് പരാജയം നേടുന്നത്. അത് കൊടുവള്ളി ഇലക്ഷനിലാണ് പരാജയപ്പെടുന്നത്. പിന്നീട് DIC രൂപീകരണത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെങ്കിലും DIC പിരിച്ചുവിട്ടുകൊണ്ട് കരുണാകരൻ കോൺഗ്രസിലേക്ക് പോയി. പക്ഷേ കോൺഗ്രസിലേക്ക് പോകാൻ വേണ്ടി കെ മുരളീധരൻ തയ്യാറായിരുന്നില്ല. കെ മുരളീധരൻ പിന്നെ പോയത് NCP-യിലേക്കായിരുന്നു. NCP-യുടെ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുന്നത് വയനാട് നിന്നാണ്. വയനാട് നിന്ന് മത്സരത്തിൽ പരാജയപ്പെടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു. ഷാനവാസിനോട് പരാജയപ്പെടുന്നത് 1.5 ലക്ഷം വോട്ടിനാണ് NCP-യുടെ കാൻഡിഡേറ്റായിട്ട് വയനാട് നിന്ന് പരാജയപ്പെട്ടത്. വയനാട്ടിലെ പരാജയത്തിന് ശേഷം പിന്നീട് ഒരു നീണ്ട വനവാസകാലമായിരുന്നു. ആ വനവാസകാലം എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തമായ രാഷ്ട്രീയത്തിലോ മറ്റ് ഇടങ്ങളിലോ ഇല്ലാതിരുന്നു. പിന്നെ കോൺഗ്രസിലേക്കുള്ള ഒരു മടങ്ങിവരവിൻ്റെ കാലമായിരുന്നു. ആ കോൺഗ്രസിലേക്ക് മടങ്ങിവരവിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിൽ ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവും വിജയാഘോഷങ്ങളും തുടരുന്നത്. തൊട്ടടുത്ത വർഷവും വട്ടിയൂർക്കാവിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് TN സീമയെയാണ് പരാജയപ്പെടുത്തിയത് 2016. എന്നാൽ അതിനുശേഷം വടകരയിലേക്ക് അദ്ദേഹം പുതിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തിരിഞ്ഞ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇമ്പാക്റ്റ് അത് കോൺഗ്രസ് ഉപയോഗിക്കാം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ P ജയരാജനെതിരെ മത്സരിക്കാൻ വടകര പോലത്തെ ഒരു വലിയ മണ്ഡലം കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നിയമത്തേക്കൊരു വലിയ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. അത് നിയമസഭാ ഇലക്ഷനാണ് 2021. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ കാണേണ്ട ഏറ്റവും വലിയ ചിത്രം അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതായിരുന്നു. അവിടെ ശിവൻകുട്ടി 1ാം സ്ഥാനത്തും BJP 2ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ 3ാം സ്ഥാനക്കാരനായി കെ മുരളീധരന് പരിണമിക്കേണ്ടി വന്നു. ഇപ്പോൾ മറ്റൊരു ദൗത്യം കൂടി ഏറ്റെടുത്ത് തൃശ്ശൂരിലേക്ക് വരുവാണ്. ഇത് 2ാം ഘട്ടത്തിലാണ് അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുന്നത്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ 2004 തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയും അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹവും മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. 3 പേരും പരാജയപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് 2004. എന്താണെങ്കിലും ഇത്തവണ വിജയം കൊയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.